എനിക്ക് എനിക്ക് പേഴ്സണലി ഈ വിജയത്തിന് കുറച്ച് മഞ്ഞൾ ഏറ്റവും തോന്നുന്നുണ്ട്. പക്ഷെ അതിന് കുറെ ഫാക്ടേഴ്സ് എന്റെ മനസ്സിലുണ്ട്. ഫാക്ടേഴ്സ് ഈ വിജയത്തിന് ഇത്രയും ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടപ്പം എനിക്കും തോന്നി ഈ പറയുന്ന പോലെ അത്രയും വലിയൊരു വിജയം കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ട് ഫസ്റ്റ് മോഡി ഗവൺമെന്റ് കയറുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ്. സെയിം പോലെയാണ് അത് നമ്മൾ നേരത്തെ ഒരു ചർച്ച നടന്നപ്പം ഈ ദേശീയ മാധ്യമങ്ങളിൽ വരെ BJPക്ക് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ കാണുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ സ്റ്റാർട്ടൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഇപ്പം നെഗറ്റീവ്സ് പറയാൻ വേണ്ടിയിട്ട് മോഡി ഗവൺമെന്റിന്റെ ഇപ്പം ലാസ്റ്റ് ഈ ഇലക്ഷൻ സമയത്ത് മോഡിയുടെ കുറച്ച് പ്രസ്താവനകൾ മാത്രമാണ് ആ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. വേറെ കുറെ ആരോപണങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ആരോപണങ്ങളായിട്ട് മാത്രം ഇരിക്കുന്ന കേസാണ്. ഇപ്പൊ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസാണെങ്കിൽ പോലും അത് ഡൽഹിയിൽ ഭയങ്കര ഗുണമാണ്. ഡൽഹിയിൽ ഫുൾ സീറ്റിൽ BJP ആണ് ജയിച്ചത്. പക്ഷെ ആ അറസ്റ്റ് ബാക്കി ഇന്ത്യയിൽ ഇപ്പം ധ്രുവ് റാട്ടി, ഇതാണ് ഇപ്പം ഈ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൊണ്ടു നടക്കുന്ന ഒരു പേരാണ് ധ്രുവ് റാട്ടി. ഓക്കെ, അപ്പം ഈ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകളുടെയൊക്കെ ബാക്ക് ചെയ്യുന്ന പോലെയാണ് ഈ അറസ്റ്റും എല്ലാം പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്. ധ്രുവ് റാട്ടിയുടെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മോദി ഏകാധിപതിയാണോ എന്നുള്ളൊരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് ഓക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഒരു ആൻസർ മാത്രം, ഈ ഓപ്പോസിഷൻ പാർട്ടിയിൽ അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ള ഓപ്പോസിഷൻ പാർട്ടിയിലെ ലീഡേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം അവർ അഴിമതിക്കാരല്ലാണ്ടാവുന്നു എന്നുള്ള ആ ഒരു ചോദ്യത്തിനൊഴിച്ച് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഓക്കെ ഇത് അത്ര പറയുന്നത് പോലെ അല്ലാന്ന് എനിക്കൊരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് മേക്ക് ചെയ്തു, അതിനുശേഷം ഏകാധിപതിയാണോ എന്നുള്ള വീഡിയോ മേക്ക് ചെയ്തു, പിന്നെയാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. ഈ അറസ്റ്റ് വെച്ചിട്ട് കണ്ടോ EDയും എല്ലാത്തിനെയും CBI ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ കുറെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നു. അത് 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 ഇത് നമുക്കത് ബാക്കി സംസാരിക്കാം. ചേട്ടന് അങ്ങനത്തെ എന്താണ് വേറെ തോന്നുന്നേ, ഇങ്ങനെ ജയത്തിന് മങ്ങലേൽക്കാനുണ്ടായ കാരണം? സോഷ്യൽ മീഡിയ ക്യാമ്പയിനേക്കാളൊക്കെ ഉപരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? രണ്ട് മൂന്ന് കാര്യം എക്സിറ്റ് പോളിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ്. 2004 എങ്ങനെയാണ് UPA സർക്കാർ വിജയിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അന്ന് ഒരുപക്ഷെ BJPയുടെ ഏറ്റവും സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു വാജ്പേയി സർക്കാരിന്റെ സംഭവം. ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു എന്താണ് അന്നത്തെ ടാഗ് ലൈൻ തന്നെ. അന്ന് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും പ്രെഡിക്റ്റ് ചെയ്തത് BJP വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അന്ന് എങ്ങനെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ കയറിയത്? ഒരു ഭരണവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം. അതോടൊപ്പം തന്നെ ഇനി വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നന്നാവൂ എന്നുള്ള പ്രതീക്ഷ. 2014 എങ്ങനെയാണ് UPA സർക്കാർ താഴെ ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി, അത് BJP, എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകളായിട്ട് കൊളിഷൻ ഗവൺമെന്റ്, അതായത് സഖ്യകക്ഷികൾ ചേർന്ന് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്നും BJP എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടിക്ക് മെജോറിറ്റി കിട്ടി അവർ ഭരിക്കുന്ന ലെവലിലേക്ക് 2014 എങ്ങനെ വന്നു? ഇത് രണ്ടിനും സത്യം പറഞ്ഞ ഉത്തരങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, 2014 കോൺഗ്രസിന്റെ അഴിമതിയും അതുപോലത്തെ ആരോപണങ്ങളും ഇവർക്ക് സോഷ്യൽ മീഡിയ കൂടെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റി. സോഷ്യൽ മീഡിയ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത ഒരാളാണ് നരേന്ദ്രമോദി. 2014 സോഷ്യൽ മീഡിയ ആ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അതിന് എനിക്കും ഇതുണ്ട്. ഞാൻ ഡിഗ്രിയില് കാലഘട്ടത്തിൽ കയറിയ അന്ന് ഈ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ ഒരു മാറ്റം വരണം. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ 3G സ്പെക്ട്രം അല്ലെങ്കിൽ അങ്ങനത്തെ അഴിമതിയുടെ സംഭവങ്ങളാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഗവൺമെന്റ് മാറണം. ഇപ്പൊ നമ്മള് സൈക്കോളജിക്കലി ഞാൻ ആ ഒരു ഫാക്ടറിലേക്കാണ് വരുന്നത്. അതായത് നമുക്ക് ഏതൊരു സംഭവവും കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് അതിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു തോന്നല് വരും. ഓക്കെ, തോന്നല് ബേസിക്കലി അത് എന്തായാലും ഉള്ളൊരു സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരേന്ദ്രമോദി സർക്കാരിന് ഒരുപാട് പോസിറ്റീവ് സാധനങ്ങൾ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മേ ബി ഈ വർഷം ഒരു ജാനുവരി ഒക്കെ ഏകദേശം ആ ഒരു രാമ മന്ദിരിന്റെ ഉദ്ഘാടനം വരെ. അതിനുശേഷം കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു. അതായത് ഈ പറയുന്ന രീതിയിൽ CA ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ വേറെ കുറച്ച് എന്താ പറയുക, കേജ്രിവാളിന്റെ അറസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാജസ്ഥാനിലെ പ്രസംഗം, വളരെ പെട്ടെന്ന് ഈ നറേറ്റീവ്സ് അങ്ങ് മാറി. കാരണം നമ്മൾ
ബി.ജെ.പിക്ക് എതിരായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് പ്രതീക്ഷയോടുകൂടി നോക്കുന്ന രീതിയിലുള്ള ഒരു നേതാവ് ഓപ്പോസിഷനിൽ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പം അത് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഉറപ്പുണ്ട്. കാരണം എത്ര ഭരണവിരുദ്ധ വികാരം വന്നാലും നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിഷനിൽ ഇനി ആരാ ഉള്ളേ? ബി.ജെ.പി മാറ്റണം എന്ന് നമുക്ക് ആഗ്രഹം കാണും, പക്ഷെ ഓപ്പോസിഷനിൽ പിന്നെ ആരാ ഉള്ളേ? അതുകൊണ്ടെങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് ഇടാം എന്ന് രീതിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി അവിടെ ആ ഒരു ഗ്യാപ്പിൽ കയറിയത്. അതായത് ന്യായ് യാത്രയൊക്കെ അല്ലേ, നമ്മളത് എത്രമാത്രം പുറത്ത് അതിൻ്റെയൊക്കെ ഒരു ഇത് വന്നെന്നറിയത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാത്രമല്ല, തെലങ്കാനയിൽ ഇവരുടെ എന്താ പറയുക, കുറച്ച് നല്ല ഇപ്പം തെലങ്കാനയിൽ അത് എന്താ ബാക്ക് ഫയർ ചെയ്തെങ്കിലും, അല്ലെങ്കിൽ കർണാടകയിൽ അത് ബാക്ക് ഫയർ ചെയ്തെങ്കിലും, ബാക്കി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്തൊക്കെയോ നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. അതുപോലെ തന്നെ ഈ എന്താണ് ഇപ്പം നിതീഷ് കുമാറും മറ്റുമൊക്കെ പോയി ആ ഒരു ഇന്ത്യ കക്ഷി കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആയി എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം നിതീഷ് കുമാർ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ പോകുമ്പോഴും, ഇപ്പം നമ്മൾ ഒരാൾ പോകുന്ന സമയത്ത് ഈ സംഘടന ദുർബലമാകുക മാത്രമല്ല, ചിലർ പോകുമ്പോഴത്തേക്ക് ആ സംഘടന കുറച്ചുകൂടെ എന്താവുകയാണ്, ശക്തമാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നിതീഷ് കുമാറും മറ്റൊക്കെ ഇപ്പുറത്തോട്ട് പോയത് ബി.ജെ.പിക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. കാരണം ഇതുപോലൊരു വ്യക്തിയെ എന്തിനാണ്, കാരണം നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ശിവരാജ് ചൗഹാൻ ഇവരൊക്കെ എന്താ പറയുക, കുറച്ച് നെഗറ്റീവ് രീതി. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ റേപ്പ് കേസ്, മറ്റേ സ്ത്രീ വിഷയം മറ്റേ ഉണ്ടായിരുന്നല്ലോ, ഒരു മറ്റേ പ്രജ്വൽ റേവണ്ണ, ഇതെല്ലാം ഒന്ന് ബി.ജെ.പിക്ക് ബാക്ക് ഫയർ ആയി നിൽക്കുന്ന സമയത്ത് രാജസ്ഥാനിൽ ആ ഒരു പ്രസംഗം വരുന്നു, കേജ്രിവാൾ പുറത്ത് വന്ന് ഇതെല്ലാം കൂടി എടുത്തു പിടിച്ച് സംസാരിക്കുന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഓപ്പോസിഷനിൽ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ഓപ്പോസിഷൻ വിചാരിച്ചു കഴിഞ്ഞാലും, അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവം സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു എന്നുള്ള സംഭവം. സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ വോട്ടിട്ടാൽ ആ വ്യക്തി ജയിക്കും എന്നൊരു തോന്നൽ വന്നു. പല സ്ഥലത്തും ബി.ജെ.പിക്ക്, ഇപ്പൊ കേരളത്തിലെ കാര്യമാണ്, പല സ്ഥലത്തും ബി.ജെ.പിക്ക് വോട്ട് കിട്ടാത്തതിനുള്ളൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വോട്ടിട്ടാലും ബി.ജെ.പി ജയിക്കത്തില്ല. എങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും ഒരാളെ മാത്രമേ തോപ്പിക്കാൻ ആഗ്രഹം കാണത്തുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ഒരുപാട് ഓപ്ഷൻസും കാണും. ഇപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ UDF-ന് അല്ലെങ്കിൽ LDF-ന് ആരെങ്കിലും ഒരാളെയാണ് തോപ്പിക്കാൻ ആഗ്രഹമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ചിലപ്പോൾ താല്പര്യം ബി.ജെ.പി ആയിരിക്കും. പക്ഷേ ഞാൻ ബി.ജെ.പിക്ക് ഇട്ടാലും ചിലപ്പം ജയിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും. എങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആള് തോക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കിടാം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ബി.ജെ.പി ജയിക്കും എന്നൊരു സാധ്യത വന്നപ്പോൾ കൺസോളിഡേറ്റ് ആയിട്ട് ബി.ജെ.പിയിലേക്ക് വോട്ടുപോയി. അതേപോലെ തന്നെ അപ്പുറത്ത് സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി.ജെ.പിക്കാരെന്താണെന്ന് വിചാരിച്ചത്, നമ്മളെ ജയിക്കും, അപ്പം നമ്മൾ വോട്ട് ഇട്ടില്ലെങ്കിലും ജയിക്കും. അങ്ങനെ ഒരുപാട് പേര് വോട്ടിടാൻ വന്നില്ല. അത് ഓപ്പോസിഷനിലുള്ളവർ എന്താണെന്ന് ഓപ്പോസിഷനുള്ളവർ എന്താ വിചാരിച്ചത്, നമ്മുടെ കക്ഷി കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്, ഇപ്പം നമ്മൾ വോട്ടിട്ടാൽ ചിലപ്പോൾ അവർ ജയിക്കും എന്നൊരു സംഭവം വന്നു. അപ്പൊ അവിടെ വോട്ട് കൂടുകയും ചെയ്തു. ഇത് തന്നെയാണ് ബേസിക്കലി സംഭവിച്ചിട്ടുണ്ടാവുക. നിന്റെ ഇതില് എന്തൊക്കെയാണ് ബി.ജെ.പിക്ക് ഉള്ള നെഗറ്റീവ്സ് ആയിട്ട് ഈ തവണത്തെ ഇലക്ഷനിൽ മാറിയിട്ടുള്ളത്? നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുവാണെങ്കിൽ അവർക്ക് നെഗറ്റീവ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ അനുഭവിച്ച ബെനിഫിറ്റ്സ്, എനിക്ക് ഇതിനു മുന്നേ ഉള്ളൊരു ഗവൺമെന്റ്, അതല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് കൃത്യമായ നോളജും അതിനെപ്പറ്റി അറിവും കാര്യങ്ങളൊന്നുമില്ല. ഡെവലപ്മെന്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ട് ബി.ജെ.പി സർക്കാരിന്റെ ഭരണത്തിന്റെ ഇടയ്ക്ക്. ഞാനത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുമ്പോഴും, നീ സംഖ്യയായോടാ, നീ സംഖ്യയായോ, അങ്ങനെയാണ് ഇങ്ങനെയാണോ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്റെ ഫാമിലി പോലും ഇങ്ങനെ പലരും സംസാരിക്കുന്നുണ്ട്. കാരണം എന്റെ ഫാമിലി കോൺഗ്രസ് ഫാമിലിയാണ്. കോൺഗ്രസ് സ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഡെവലപ്മെന്റ്സ് ആണ് പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്, അത് പറയുക. എന്തുകൊണ്ട് കോൺഗ്രസ് വരണം എന്നുള്ള കാരണം പറയുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു പാർട്ടി ഭരിക്കണം, ഇവര് തോക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ. കാരണം ബി.ജെ.പി ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അതില് ആ ഒരു ഇതുണ്ട്. കാരണം നമ്മള് ഇപ്പം ഇന്നലത്തെ ഞാൻ മറ്റേ നമ്മുടെ ഒരു പ്രസന്റേഷൻ ഇങ്ങനെ നടന്നതിൽ ഞാൻ കണ്ടൊരു സംഭവമാണ്. പറഞ്ഞൊരു എക്സാമ്പിൾ ഇതാണ്. അതായത് ഒരു വെള്ള പേപ്പറിൽ ഒരു കറുത്ത ഡോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കും എന്നുള്ളത്. ഭൂരിഭാഗം ആൾക്കാരും ആ കറുത്ത ഡോട്ട് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കറുത്ത ഡോട്ട് ശ്രദ്ധിക്കുന്നത്? അത്രയും വലിയ വൈറ്റ് സ്പേസ് കിടക്കില്ല, അത് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം
പൊതുവെ മനസ്സ് അങ്ങനെയാണ്. നമ്മളൊരു ഒരു വെള്ള പ്രതലത്തിൽ ഒരു കറുത്ത ഡോട്ട് കിടന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ വൈറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ കറുത്ത ഡോട്ട് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. അത് നമ്മളൊരു ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അതിനെ പൊതുവെ എല്ലാവരും ആ പ്രത്യേകിച്ച് ഡോട്ട് കേരളത്തില് മറ്റേ ലാസ്റ്റിലത്തെ കുറച്ച് മോഡിയുടെ സ്പീച്ചസിൽ ആ ഡോട്ട് ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് എന്താണ് അല്ല മാർക്കർ പേന വെച്ച് അല്ല നിൽക്കും. ബേസിക്കലി സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എന്തുവാ കേരളത്തിൽ BJP വളരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും BJP വളരുന്നു എന്ന് പറയുന്നു. BJP വളരുന്നുണ്ടെങ്കിലും അതിനും ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കറുത്ത ഡോട്ട് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും ഒരേ എന്താ പറയാ സ്പേസ് കിട്ടുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. ഒരേ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുക, സ്പേസ് കിട്ടുക, സുരക്ഷിതത്വ ബോധം കിട്ടുക എന്നുള്ള സംഭവമുണ്ട്. ഇപ്പൊ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിലുള്ള സ്പേസോ സുരക്ഷിതത്വമോ കിട്ടുന്നില്ല. അവിടുത്തെ ഗവൺമെന്റ് കൂടുതലും എന്താണ് ഹിന്ദുക്കളെ പിന്താങ്ങി നിൽക്കുകയാണ്. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടും എന്താണ് മുസ്ലിങ്ങൾക്കൊരു അരക്ഷിതാവസ്ഥ വരും. മനസ്സിലായില്ലേ? അല്ല ഏട്ടാ ഞാന് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ എന്താണ് മിക്ക പദ്ധതികൾ എടുത്താലും മിക്ക പ്രസംഗങ്ങൾ എടുത്താലും എന്ത് വന്നു കഴിഞ്ഞാലും അവര് ന്യൂനപക്ഷങ്ങളെ പിന്താങ്ങി മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഭൂരിപക്ഷത്തിന് ഒരു അരക്ഷിത ബോധം ഉണ്ടാവും. ഈ അരക്ഷിത ബോധം ഉണ്ടാവുന്ന ആൾക്കാർ എന്താണ് അവർക്ക് ഒന്നിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന, ബേസിക്കലി സംരക്ഷണ ബോധം തന്നെയാണ്, അവർക്ക് സംരക്ഷണ ബോധം കിട്ടുന്ന കുടയ്ക്ക് കീഴിലേക്ക് മാറും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദുക്കൾ BJP-യിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യം ആ ഒരു സംരക്ഷണ ബോധമാണ്. ബാക്കി ന്യൂനപക്ഷങ്ങൾ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെയും ആ ഒരു ആവശ്യം അത് സംരക്ഷണമാണ്. കാരണം എനിക്ക് എന്റെ മരണം വരെ, അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് ഇവിടെ എന്താണ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റണം. അങ്ങനെ പറ്റാത്തൊരവസ്ഥ വരുമോ എന്നുള്ള ചിന്തക്കിടയിൽ ഞാൻ നിങ്ങൾക്ക് എന്താ റോഡ് തന്നു, അല്ല ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് റോഡ് തന്നു, കാട് തന്നു, നാട് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കില്ല. ഞാൻ അത് തന്നെയാണ് എന്റെ പോയിന്റും. ഡെവിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. ഞാൻ ഡെവിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്ഥിരതയായിട്ടുള്ള ഒരു എക്കണോമി ഇതിനു വേണ്ടിയിട്ട് BJP ഗവൺമെന്റ് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ ഗ്യാസിന്റെ സബ്സിഡീസും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങളും എടുത്തു മാറ്റി. ഈ പെട്രോളിന്റെ വില കുറയാത്തൊരവസ്ഥ. പെട്രോളിന് ഈ നേരത്തെ കമ്പനീസിന്റെ ഇത് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു ബാധ്യത. അപ്പം രാജ്യത്തിന്റെ അത് എക്കണോമിക് സ്ട്രെങ്തിനെ അത് ബാധിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു പോയിന്റ് വെച്ചിട്ട് BJP അതെടുത്ത് മാറ്റി. അങ്ങനെ കുറെ ഇതും കൂടെ ഇതിന്റെ ഇടയ്ക്ക് നടത്തിയിരുന്നു. അപ്പം ഈ റോഡോ ഈ സാധാരണക്കാർ ഏറ്റവും കോമൺ പീപ്പിളിന് ഈ റോഡോ അല്ലെങ്കിൽ ഇത്രയും വികസനവും പെട്ടെന്ന് വന്ദേ ഭാരതോ ഒന്നുമല്ല. അവർക്ക് ഈ പറയുന്ന അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അവർ ഈ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി അവർക്ക് ഒന്നുമല്ല. അവർക്ക് ഈ ഗ്യാസ് കിട്ടുന്നുണ്ടോ? ഇപ്പം ഇടയ്ക്ക് ഈ മാതൃഭൂമിയിൽ ഏതോ ഒരു റിപ്പോർട്ടിങ് വന്നിരുന്നു. ഇപ്പൊ ഗ്യാസ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം വിലയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് അതൊരു വിഷയമല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിന് മുന്നേ ഉണ്ടായിരുന്നവരൊന്നും ചെയ്തിട്ടില്ല, അതുപോലും ചെയ്തിട്ടില്ല. അതാണ് വ്യത്യാസം. ഇതിന് മുന്നേ ഉണ്ടായിരുന്നവര് താഴെ വീഴാനുണ്ടാവുന്ന കാരണവും അത് തന്നെയല്ലേ. കാരണം അവര് ഇപ്പം നീ തന്നെ പറഞ്ഞു 2014 ഇവര് താഴെ വീഴാൻ, UPA സർക്കാർ താഴെ വീഴാനുള്ള കാരണം അഴിമതി എന്ന് പറയുന്നുള്ള പ്രചരണമാണ്. അഴിമതി എന്തുകൊണ്ടാണ് അഴിമതി ഉണ്ടാവുന്നത്? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് പകരം ആ പൈസ ഇസ്ക്കുന്നത് കൊണ്ടാണ് അത് അഴിമതിയായി മാറുന്നത്, അല്ലേ? അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ എന്താ പറയാ റോഡും മറ്റു വികസനങ്ങളും കാണിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അവർ എന്ത് ചൂണ്ടിക്കാണിക്കും? ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയാം, അല്ല ന്യൂനപക്ഷ എന്താ പറയാ. അല്ല ഞാൻ ആ വോട്ട് കുറഞ്ഞതിന്റെ ഞാൻ ആഡ് ഓൺ ആ പോയിന്റിന്റെ കൂടെ. അപ്പം സാധാരണക്കാർക്ക് ഈ പറയുന്ന അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കുന്നില്ല. അത് ഇപ്പോഴും കയ്യെത്താ ദൂരത്താണെന്നുള്ളൊരു ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഈ പാനിക് സിറ്റുവേഷൻ, ഞാൻ ഈ ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു ഈ BJP-യുടെ ഏതോ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്ക് മുസ്ലിം തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറെ പേര് ആഘോഷിക്കുന്നു. അവരാ വിജയം അവരുടെ ഇടയിൽ ഈ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ പറയുന്ന മുസ്ലിംസും ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ കൂടെ ഉണ്ട്. അവർ ഈ പറയുന്ന പോലെ ഒരു പാർട്ടി എന്നുള്ള രീതിക്ക് മാത്രമാണ് അതിനെ ചിന്തിക്കുന്നത്. അവർ ഈ പറയുന്ന ഇപ്പം കേരളത്തിൽ ചർച്ച ചെയ്യുന്ന പോലെ ഹിന്ദുത്വ എന്നൊന്നും ചിന്തിക്കുന്നത്. ഞാൻ മിക്കവാറും പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ
ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെ അവർക്ക് ഇനിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവേണ്ടി വരും, ഇവിടുന്ന് പോവേണ്ടി വരുമെന്നൊക്കെ ഉള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ ഇടയ്ക്ക് കേട്ടു. അപ്പം അത് അവരറിഞ്ഞോ, അത് വിചാരിച്ചിട്ടല്ല, പക്ഷെ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. എം ജി രമേശാന്റെ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ, അതായത് എന്താ വീട്ടിൽ ജോലി ചെയ്യുന്ന ആരും ഒരു എം ജി രമേശാന്ന് തോന്നുന്നു, ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് മുസ്ലിം സ്ത്രീ ആണെന്നാണ്, അപ്പം പുള്ളിക്കാരി വന്ന് മറ്റേ എം ജി രമേശിന്റെ ആണെന്ന് തോന്നുന്നു, അമ്മയോട് എം ജി രമേശ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആള് മനസ്സിലായി, BJP കാരനാണ്. അവന്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നു, എന്താണ് ഈ എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞു വിടുമ്പോ എന്നെ ഒന്ന് പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ, മോനോടൊന്ന് ചോദിക്കാൻ പറ്റുമോ. അതെ അതെ, ഈ CIA ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു ബാധകവും അല്ലാത്ത സാധനം, അതാണ് ആ പ്രചരണം എന്നുള്ള സംഭവമാണ്. ആ സംഭവം ഈ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മൊത്തം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു പ്രചരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഉണ്ടായി. അത് സക്സസ് ആയി. ബേസിക്കലി ഞാൻ ഇപ്പം ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ടല്ലോ, ഇവരോട് എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് CA അവർക്ക് എന്തോ വലിയ എന്താണ് അവർക്ക് എന്തോ വലിയ ദുരിതം ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് CA എന്നുള്ള രീതിയിൽ അവര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അതാണ് പറയുന്നത്, അവര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും അവരതിൽ നിന്ന് മാറ്റുന്നില്ല. നമ്മളെന്തോ എന്താ പറയാ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് CA. നമ്മളിപ്പം അതല്ല CA ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിന്നാൽ പോലും അവര് കേൾക്കാൻ പോലും നിൽക്കത്തില്ല. അവർക്ക് അത് കേൾക്കാന്നുള്ള ഇത് പോലും ഇല്ല. അതാണ് CA ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇത്തവണ വോട്ട് ചെയ്ത ഒത്തിരി പേര് അവരുടെ സന്തോഷം, അവര് ഇപ്പോഴാണ് സിറ്റിസൺ ആയത്, ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വീഡിയോസ്. പോസിറ്റീവ് വശമല്ല, ബേസിക്കലി എല്ലാത്തിനും ഇപ്പൊ ഞാൻ എപ്പോഴും എന്താ പറയാ, ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും മറ്റേ ലൂസിഫറിലെ മോഹൻലാൽ പറയുന്ന കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഒരു ശരി ഒരു തെറ്റ് എന്ന് പറയുന്ന സാധനമില്ല, രണ്ടും ഏകദേശം തെറ്റുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്, പിന്നെ ഈ തെറ്റും സിറ്റുവേഷൻ വെച്ചിട്ട് വലിയ തെറ്റും ചെറിയ തെറ്റും ആകും കേട്ടോ. ഇപ്പൊ ഒരേ സംഭവം എല്ലാ കാലത്തും ചെറിയ തെറ്റ് തന്നെ ആയിരിക്കത്തില്ല, കാരണം അത് ചില സമയങ്ങളിൽ വലിയ തെറ്റായിരിക്കും. നമ്മൾ നോക്കേണ്ടത് ഈ സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഏതാണ് വലിയ തെറ്റ്, ഏതാണ് ചെറിയ തെറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഇപ്പം എന്റെ തന്നെ സ്റ്റാൻഡ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ, എന്തുകൊണ്ടും BJP ഗവൺമെന്റ് വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. കാരണം അന്ന് ഞാൻ അത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ BJP ഇന്ത്യ മുന്നണി എന്നതിനേക്കാൾ ഉപരി ചിന്തിച്ചിരുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്. ഒരു രാഷ്ട്രത്തിന്റെ ഗ്രോത്തിന് എപ്പോഴും ശക്തമായ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. അപ്പൊ അതിനൊരു സ്റ്റേബിൾ ഗവൺമെന്റ് വേണം. സ്റ്റേബിൾ ഗവൺമെന്റിന്റെ അർത്ഥം പ്രതിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റേബിൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. അപ്പൊ അത് ഞാൻ കരുതിയിരുന്നത് ഓക്കെ, BJPക്ക് മാത്രമേ അങ്ങനെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യ മുന്നണി എനിക്കൊന്നും ഈ പറയുന്ന 272 സീറ്റ് കിട്ടുന്ന രീതിയിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും BJPക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ എന്നുണ്ട്. അപ്പം ഇന്ത്യ മുന്നണിയോട് ഉണ്ടായിരുന്ന എന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഡിഫറെന്റ്, അതായത് അത് അവിയൽ എന്ന് പറയുന്നത് ബേസിക് എന്ന് വെച്ചാൽ ഒരു രീതിയിലും പൊരുത്തപ്പെടാനാകാത്ത എക്സ്ട്രീം റൈറ്റും എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഒരു എന്താ പറയുക, ഒരു പാർട്ടിക്കെതിരെ മാത്രം ഒന്നുകൂടി അവര് ഒരു മുന്നണി ഉണ്ടാക്കി വരിക എന്ന് പറയുമ്പോൾ, അവര് ഭരിക്കാൻ കയറി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു തീരുമാനം പോലും പാർലമെന്റിൽ അവർക്ക് കൈയടിച്ച് പാസ്സാക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ തീരുമാനങ്ങൾക്കും രണ്ടഭിപ്രായം വരും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നിലച്ചു പോകും, അങ്ങനെ ഒരു സംഭവം വരും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി വരരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു BJP കയറി കഴിഞ്ഞാലും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നീ ബലൂൺ വിട്ടോ? എവിടെന്നാ ബലൂൺ വിട്ടത്? ബലൂൺ പോയടാ ഇപ്പൊ. പറഞ്ഞേട്ടാ. അല്ല, ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇനിയിപ്പോ BJP ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP കയറി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല സിറ്റുവേഷൻ വലിയ രീതിയിൽ മാറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ BJP പ്രതിപക്ഷത്തിരിക്കട്ടെ. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ ഇപ്പം 10 വർഷമായിട്ട് ഒരേ ഐഡിയോളജി, ഒരേ ചിന്തകളൊക്കെ അല്ലേ നയിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തുമ്പോൾ പോലും പറയത്തില്ലേ, പുതിയ ഐഡിയകൾ വേണം, പുതിയ കാര്യങ്ങൾ നടക്കണം. ഇന്ത്യ മുന്നണി കയറിയിട്ട് ഇപ്പം 2 പാർട്ടി ഭരിച്ചാലും ഓൾമോസ്റ്റ് സെയിം തന്നെ ആവുമെന്നും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും ഇത് കൊടുത്ത സ്ഥിതിക്ക് ഒരു വലിയൊരു ശതമാനം ആൾക്കാർ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ വലിയൊരു ശതമാനം ആൾക്കാർ മെജോറിറ്റിയിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും വലിയൊരു ശതമാനം അതിലേക്ക് ഉണ്ട് എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ 40 സീറ്റ് 45 സീറ്റിൽ നിന്നും ഇന്ത്യ മുന്നണി 100 സീറ്റ് മീൻസ് കോൺഗ്രസ് 100 സീറ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു മുന്നേറ്റം നടന്നിട്ടുണ്ട്.
ആ മുന്നേറ്റത്തെ നമ്മൾ കണ്ടിട്ട് ഇന്ത്യ മുന്നണി തന്നെ പാർട്ടി രൂപീകരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ ഭരിക്കണം എന്നാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. അല്ല, ഞാൻ ഇത് മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിനേക്കാളും ഇവരുടെ പ്രചരണങ്ങൾ റൈറ്റ് ആയിട്ട് കൊണ്ടു, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൊണ്ടു, ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ അയോധ്യ ഏറ്റവും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള BJP-യുടെ ഒരു പോയിന്റ് ആയിരുന്നല്ലോ എല്ലാ ഇലക്ഷനിലും. അവസാനം അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഫൈസാബാദില് 95% എന്തോ ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. ഈ ജാനുവരിയിൽ അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ട് ആ അയോധ്യ ഫൈസാബാദില് BJP-ക്ക് വേണ്ട വിധം പെർഫോം ചെയ്യാൻ പറ്റാണ്ട് പോയി. BJP എവിടെ തോറ്റു. അതിന്റെ കാരണമായിട്ട് നമുക്കിപ്പോ അവിടുത്തെ പൊളിറ്റിക്കൽ അനലൈസ് പറയുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി, പക്ഷെ വേണ്ട വിധം അവർക്ക് മര്യാദയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് അവിടുത്തെ തോൽവിക്ക് കാരണം. ഡെവലപ്മെന്റ് അല്ല, അവിടെ ഏത് ക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞാലും കോമൺ പീപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ നേരിടേണ്ടി വരും. അപ്പം അവർക്ക് റോഡോ അല്ലെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനോ ഒന്നുമല്ല ആവശ്യം. ഇവിടെ എന്തെങ്കിലും ആഡിങ് ഉണ്ടോ? UP-യിലെ പ്രധാനമായിട്ടും ഇപ്പൊ യു പിയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കാണുന്നത്. UP-യിലെ ജനങ്ങളെ പ്രബുദ്ധരാണ്, അവര് ചാണകങ്ങളല്ല. ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്ന നോർത്ത് ഇന്ത്യ മൊത്തം എന്താണ് ചാണകങ്ങളും, എന്തോന്ന് കേരളം മാത്രം പ്രബുദ്ധത. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ പ്രബുദ്ധ കേരളം മാറി, കുറച്ച് ചാണക കേരളമായി നോർത്ത് ഇന്ത്യയായി. അത് വലിയൊരു മാറ്റമാണ്. അതെ. അപ്പം ഇവിടെ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് പാളിപ്പോയ സംഭവങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമാണ് അത്യാവശ്യം കേരളത്തിലെ മെച്ചം നേടാൻ കാരണം. ഇപ്പൊ BJP-ക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപി ഇവിടെ ജയിക്കില്ലായിരുന്നു, പക്ഷെ കേരളത്തിലെ ആളുകളും കുറെ കോമൺ ആയിട്ടുള്ള ആളുകൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ BJP അല്ലാതെ വേറൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ മോഡി അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇല്ല. അപ്പം ഇത് ഒന്നാമത് കേരളത്തിന്റെ ഇലക്ഷൻ നടന്നത് phase 1-ലാണ്. അപ്പൊ കുറെ പേർക്ക് BJP ജയിക്കും. അപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഫീല് വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ജയിച്ചത്. അല്ലാണ്ട് പുള്ളിയുടെ അത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. കാരണം വെച്ചാൽ ഇവിടുന്ന് പോയി ഇപ്പൊ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ എല്ലാ മണ്ഡലത്തിലും BJP-ക്കാർ ജയിക്കണം. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഒരു അതായത് കേരളത്തിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരത്തിലുണ്ടായ വോട്ടുകള് UDF-ൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നില്ല. അതിന്റെ എന്താ പറയാ, ഒരു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ, അതായത് അപ്പർ എന്താ പറയാ ഹിന്ദു വോട്ടുകളെല്ലാം BJP-ക്ക് പോയി എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട്. ഒരു 70,000-80,000 വോട്ടിനപ്പുറത്തേക്ക് പോവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന വയനാട്ടില് 1.5 ലക്ഷം വോട്ട്, അതായത് 1 ലക്ഷം വോട്ട് പോലും സുരേന്ദ്രൻ പിടിക്കില്ല എന്ന് എല്ലാവരും ഉറപ്പ് പറഞ്ഞ വയനാട്ടിൽ 1.5 ലക്ഷം വോട്ട് കിട്ടി. അതായത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു മണ്ഡലത്തില് 1.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിൻ്റെത് സുരേന്ദ്രന് കിട്ടണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വലിയൊരു ശതമാനം വോട്ടാണ് സുരേന്ദ്രന് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം വെച്ചാൽ ഏകദേശം അവിടെ ആ ഒരു ലെവലിലൊക്കെ മീൻസ് അത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം. അതിന്നൊരു വലിയൊരു ശതമാനം വോട്ട് സുരേന്ദ്രനാണ് 1.5 ലക്ഷം വോട്ട്. ഇപ്പൊ നമ്മള് ഈ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം എന്ന് പറയുന്നതിന് പകരം വയനാട്ടിലാണ് 1.5 ലക്ഷം പിടിച്ചേക്കുന്നത്. അവിടെ 1 ലക്ഷം പോലും സുരേന്ദ്രൻ പിടിക്കില്ല. കാരണം സുരേന്ദ്രൻ അവിടെ ആക്കിയപ്പോൾ പോലും ഈവൻ നേതാക്കൾ പോലും വിചാരിച്ചത് ഏകദേശം ഒരു 1 ലക്ഷം വോട്ടെങ്കിലും പിടിക്കണം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 1.5 ലക്ഷം വോട്ട് പിടിച്ചു. ആലത്തൂര് നേരത്തെ പിടിച്ചതിന്റെ ഇരട്ടി പിടിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരം ഒക്കെ 2 സ്ഥലത്ത് ഓൾമോസ്റ്റ് 15,000-ന്റെ ഡിഫറൻസേ ഉള്ളൂ ഫസ്റ്റ് ആവാൻ. മനസ്സിലായില്ലേ? ആലപ്പുഴ 3 ലക്ഷം അടുപ്പിച്ച് വോട്ട് പിടിച്ചു. അതായത് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അതായത് പ്രത്യേകിച്ച് ആറ്റിങ്ങല്, ആലപ്പുഴ, ഇവിടെയൊക്കെ ജയിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇവൻ തിരുവനന്തപുരത്താണെങ്കിലും ഒരു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും ശശി തരൂർ ഇത്തിരി കാര്യമുള്ളൂ, എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല എന്നൊരു തോന്നല് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം വോട്ടിടാൻ പോവാത്ത ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇനിയുള്ള ഇലക്ഷനുകൾ കുറച്ചുകൂടെ എന്താ പറയാ, 2 മുന്നണികൾക്ക് LDF-നും UDF-നും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവാൻ സാധ്യത ഉണ്ടാവുക തൃശ്ശൂരല്ല, പകരം ആറ്റിങ്ങല്, തിരുവനന്തപുരം, ആലപ്പുഴ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്കൊരു തോന്നലുണ്ടായി, നമ്മൾ ചിലപ്പം BJP ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം BJP ജയിക്കും. അതൊരു ഭയങ്കര വലിയ തോന്നലാണ്. പക്ഷെ അങ്ങനത്തെ വിടുത്തരം പറയാത്ത നേതാക്കളും വരണം. അതൊരു
അതാണ് അതല്ല ഞാൻ അത് തന്നെയല്ല പറഞ്ഞില്ലേ, ഇത് ശശി തരൂര് ബേസിക്കലി നിങ്ങൾ ആ ഒരു കാര്യം കൂടെ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ വോട്ട് കൂടിയിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ പറയുക, പത്തനംതിട്ടയിൽ വോട്ട് കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? കാരണം വോട്ട് കൂടിയ നേതാക്കളെല്ലാം നേതാക്കളാണ്. അവർക്ക് അവർക്കൊരു എന്താണ് ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള സ്ത്രീയാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ ചെന്നാലും വോട്ടിംഗ് കൂടിയിട്ടേ ഉള്ളൂ, വോട്ട് ശതമാനം കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നുവെങ്കിൽ ചിലപ്പം BJP വിജയിച്ചേനെ. രണ്ട് സീറ്റ് കിട്ടിയതിനായിരുന്നു. കാരണം മുരളീധരൻ നിന്നപ്പോ ഈ സീറ്റ് ഇത്രയും വോട്ട് പിടിക്കാമെങ്കിൽ ആ ഒരു 15,000 ഗ്യാപ്പ് ശോഭാ സുരേന്ദ്രൻ പുല്ലുപോലെ കിടക്കും. ആലപ്പുഴ പോലും നോക്കൂ, ആലപ്പുഴ എത്ര 2 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ 1,80,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 3 ലക്ഷം വോട്ടാക്കി. അത്രയും ഒരു എന്താ പറയുക, ഒരു ഫിനോമിനയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ എന്താ പറയാ, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പ്രബുദ്ധ കേരളത്തിൽ നിന്നും ചാണക കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, ഈ പിന്നെ അതിലും വലിയൊരു സംഭവം എന്താന്ന് വെച്ചാൽ സ്വയം ചാണകം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നാണക്കേട് തോന്നാത്ത ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പം ബേസിക്കലി രണ്ട് ആൾക്കാരുടെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ BJP ആണ്, നീ സംഘിയാണ്, നീ ചാണകമാണെന്ന് പറഞ്ഞ് എതിരെ ഉള്ളവനെ അങ്ങ് ആക്കുക. അതോടുകൂടി ഞാൻ BJP ഞാൻ വെളിയിൽ പറയൂല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സംഘി എന്നുള്ള വിളി എന്നുള്ള ഇതായിരുന്നു ഒരു ഇത്. പക്ഷെ സ്ലോലി അത് മാറും. അല്ല ചേട്ടാ, ഞാനത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. ഈ നമ്മളാണ് ഭയങ്കര സൈക്കോളജിക്കൽ സംഭവമാണ്. ചേട്ടൻ ഇരുന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, നമ്മൾ ഇവരെ അംഗീകരിക്കില്ല എന്നൊക്കെ ഉള്ളൊരു കുറെ സ്റ്റേറ്റ്മെന്റ് വരുത്തിയിട്ട് ഇതിൽ നിന്ന് അകറ്റാൻ വേണ്ടിട്ട്, ഓക്കെ നമ്മളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാവോ എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്യിപ്പിച്ചിട്ടാണ് ഇത്രയും നാളും. ഞാൻ പറയുന്നത് കുറച്ച് അശ്ലീലമായി പോയി, എന്നാലും പറയാണ്, ഒരു ഗ്രൂപ്പിനകത്ത് വളിവിടുന്ന അവസ്ഥയാണ്. ആരുടെ വളിവിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എങ്ങനെ പറയും, ഞാനാണ് എന്ന അവസ്ഥയാണ്. പക്ഷെ ഇത് അത്രയ്ക്ക് നാറ്റമുള്ള സാധനമൊന്നും അല്ല ഈ ചാണകം. അതെ, അല്ല അത് ഭയങ്കര, അത് ഈ ചാണകം വിളിയൊക്കെ എങ്ങനെയാ വന്നത്? അതാ UP-യിലെ കേസുകൾ കൊണ്ടിട്ടാണ് ചാണകം. ഇനിയിപ്പോ UP-ക്കാര് പ്രബുദ്ധരായല്ലോ, UP-ക്കാര് ഭയങ്കര ഡെവലപ്ഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായി. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവം എങ്ങനെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോമാത ബീഫിനെ തട്ടാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് വർഗീയ പരിപാടികള് BJP സർക്കാർ അതൊക്കെ UP-യിലാണ്. UP-യിലാണ്. അല്ല അത് ഇതിപ്പോ കോൺഗ്രസ് ഭരിച്ചിരുന്ന അല്ല സംഭവമുണ്ട്. കേരളത്തിലെ പിന്നെ കുറെ ഉണ്ട്, ഒന്നും പറയുന്നില്ല. അവിടെ കുറെ സ്ഥലങ്ങളില് ഇതിനെ ഇപ്പം എന്താ ഭയങ്കരമായിട്ട് പവിത്രമായിട്ട് കാണുന്നവരുണ്ട്. അവരൊക്കെ പശുവിനെ കറ പറ്റി കഴിഞ്ഞാല് പുറത്തങ്ങ് ഇറക്കി വിടുക. അവര് വെട്ടിക്കൊല്ല അറക്കാനൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ വെറുതെയാണ്. അവര് ബൾക്കായിട്ട് കയറ്റി അയക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അല്ല ഞാൻ പറയുന്നത് കോമൺ പീപ്പിളിന്റെ കാര്യമാണ്. കോമൺ പീപ്പിൾ ഗുജറാത്തിൽ നിന്നൊരു ബിസിനസ്മാൻ ആയിരിക്കും, അവര് ഇങ്ങനെ വെറുതെ എന്താ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരിക്കാം. അതൊരു കോമൺ. അല്ല ചേട്ടാ ഇതൊന്നും പറഞ്ഞ് അല്ല, ആ കോമൺ മാനിന് ഇപ്പം അവർക്കിതൊക്കെ ഭയങ്കരമായിട്ട് അവര് ഇറക്കി വിടുക. അപ്പം അവർക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പം ഇത് വരും. അപ്പൊ കോൺഗ്രസ് ആണെങ്കിലും വേറെ ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരാനേ അവിടെ പറ്റുള്ളൂ. കോൺഗ്രസ് ഇരുന്ന സമയത്തുണ്ടായ നിയമങ്ങളുടെ പിന്തുടർച്ചയായിരുന്നു പല സംസ്ഥാനങ്ങളിലും. പക്ഷെ അത് ചർച്ചയായത് ഇങ്ങനെ ഈ പറയുന്ന എന്താ വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ഈ ലേബല് വന്നത് കൊണ്ട്, ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഒരു ലേബലും ഈ പശു എന്നുള്ള ലേബലും വന്നതുകൊണ്ട് അത് കുറെ ചർച്ചയായി. പിന്നെ ദളിത് കൊലപാതകങ്ങള് അതൊക്കെ UP അല്ലായിരുന്നോ? ഇപ്പൊ UP-യിലെ ആളുകൾ പ്രബുദ്ധരായി. ഇനിയിപ്പോ കുഴപ്പമൊന്നും കാണില്ല. മഹാരാഷ്ട്രക്കാര് ഡൽഹി ഇപ്പോഴും പ്രബുദ്ധത വന്നില്ലെന്നോ? കാരണം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇതുവരെ പ്രബുദ്ധരായില്ല എന്നുള്ളതാണ് വിഷമം. അതെ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവർക്ക് പ്രശ്നമല്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സംബന്ധിച്ച പശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം പശുവിനെ ഇപ്പം അതിന്റെ ഒരു പൗരാണിക് സാധനം എടുക്കുകയാണെങ്കിൽ ആ പശുവിന്റെ പേര് ഞാൻ മറന്നു. നമ്മൾ മറ്റേ പരശുരാമനുമായി ബന്ധപ്പെട്ട് മറ്റേ കാർത്തിവീര്യാർജുനൻ ചെന്ന് മറ്റേ പരശുരാമന്റെ അച്ഛനെ കൊല്ലുന്നതിന് മുമ്പുള്ള ഒരു പശു ഉണ്ടായിരുന്നല്ലോ. അതായത് എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരു പശു. ആ ഒരു പശു ഒക്കെ ആണ് ബേസിക്കലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സേക്രഡ് ആയിട്ടൊക്കെ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പശു എന്തുകൊണ്ട് നമ്മള് എന്താ പറയാ, നമ്മളതിനെ കാമധേനു. കാമധേനു അല്ല, പശു എന്തുകൊണ്ട് അതിനെ ബഹുമാനിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീസൺ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സാധാരണ കുടുംബത്തിന് ജീവിച്ചു പോകാൻ ഒരു പശു മതി.
കാരണം ഒരു ഉം, പശു ഒരു അത്യാവശ്യം നല്ല പാല് തരുന്ന ഒരു പശു ഉണ്ടെങ്കിൽ ആ ഒരു പശുവിനെ വെച്ചിട്ട് ഒരു സാധാരണ കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റും. നമ്മുടെ ആ ഉം. കുടുംബത്തിന് ഒരു വരുമാന മാർഗമാവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അല്ല വെച്ച് അത് നോക്കുമ്പോൾ അതൊക്കെ ഉണ്ട്. അവൻ പശു നമുക്ക് പറയുന്നത് പാല് വേറെ തരുന്നു, കാര്യം. പശുവിന്റെ അമ്മ നമുക്ക് പാല് തരുന്നു, പശുവിന്റെ മോള് നമുക്ക് പാല് തരുന്നു. ചേട്ടാ, പശുവില് അല്ല ജീവിച്ചു അല്ല പോകാൻ അത് മതി. സംഭവം എടാ അതും പറഞ്ഞ് നമുക്ക് ജീവിച്ചു പോകാൻ പല മാർഗങ്ങളുണ്ട്. കോഴി വളർത്തി ജീവിക്കാം, പന്നി വളർത്തി ജീവിക്കാം, പല പല ഫാം വളർത്തി ഫാമിൽ പല മൃഗങ്ങളെ വളർത്തി അതിലും ജീവിക്കാം, ഞാനൊരു പശു അതിലും 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 വളർത്തി ഞാൻ ജീവിക്കാം. അതിലും ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന സംഭവം നമുക്ക് ഒരു പശു ഉണ്ട് എങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാല് തരുന്ന ഒരു പശു ഉണ്ട് എങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല ആണ്. ഈ ഒരു ആത്മബന്ധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം നീ ഒന്ന് ആലോചിച്ച് ഉണ്ട്. നോക്കിയാൽ മതി. ഒരു ഒരു പശുവിനെ വളർത്തുന്ന ചേട്ടാ ഒരു അതിനേക്കാളും വീട്ടില് അത് ആ ഒരു കൾച്ചറലി കണക്റ്റഡ് ആണ്, അതും കൂടെ ഉണ്ട്. ഞാൻ അതെല്ലാം പറയട്ടെ. അതെല്ലാം ഉണ്ട്. ഞാൻ അതോടൊപ്പം തന്നെ പറയുന്നത് ഒരു പശുവിനെ വളർത്തുന്ന ഒരു വീട്ടില് ആ പശുവിനെ അല്ലെങ്കിൽ അത് ഒരു പശു ഇറച്ചി കഴിക്കില്ല. കാരണം അവർക്ക് അത് ഉം, കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ടാവും. കാരണം പല ആൾക്കാരും പശുവിനെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന വീടുകളുണ്ട്. എനിക്കറിയാവുന്ന വീടുകളുണ്ട്. കാരണം അവർക്ക് ഉണ്ട് സ്വന്തം ഉണ്ട്. മക്കളോടുള്ളതിനെക്കാട്ടി കൂടുതൽ ആത്മബന്ധം ആ പശുവിന്റെ അടുത്ത് ഉണ്ടാവുന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? പാവം, അപ്പം ഒരു പാവം അങ്ങനെ മൃഗമാണ്, അതാണ് അല്ല ആയിരിക്കും. മൃഗം പാവമായതുകൊണ്ടല്ലടാ, നമുക്ക് ഉണ്ടാവുന്ന ഒരു ആത്മബന്ധമാണ്. കാരണം നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് ഒരു വീട്ടിലൊരു തൊഴുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ നിങ്ങളുടെ നല്ലൊരു ശതമാനം സമയം നിങ്ങൾ ആ തൊഴുത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഉം, ചെലവഴിക്കും. ഇപ്പൊ ഇപ്പൊ എന്റെ വീട്ടില് ഒരു 50 കോഴിയോളം ഉണ്ട്. ഇപ്പം ആസ് ഓഫ് നൗ ഉണ്ട്. ഇതിന് ആ, വേണ്ടി നമുക്കവിടെ ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം അവിടെ പോയില്ലെങ്കിൽ കൂടിയും ആ കോഴികൾക്ക് ഫുഡും വെള്ളവും നമുക്ക് എത്തിച്ചു കൊടുത്തത് നിൽക്കും. പക്ഷെ അതുപോലെയല്ല ഒരു ആ. വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ പശുവും പറ്റി അതൊക്കെ ആ അത് നമുക്ക് നിർത്താം. അല്ല അത് ഈ കൾച്ചറലി കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഡെവിൻ പറഞ്ഞത്. അങ്ങനത്തെ ആ ഒരു സംഭവം വരുമ്പം ഈ എന്താ അതിന്റെ പേരിൽ കൊലപാതകങ്ങളൊക്കെ നടന്നത് നെഗറ്റീവായിട്ട് ഇവിടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഫാക്റ്റ് ആണ്, അത് അങ്ങനത്തെ ഫാക്റ്റ് ആണ്. പക്ഷെ 2014 ശേഷം മാത്രമല്ല നടന്നെന്നുള്ളതും ഒരു ഫാക്റ്റാണ്. ആ അതെ അതെ ആണ് അല്ല സംഭവമാണ്. അല്ല പിന്നെ ചേട്ടാ, പല ആ പല പല മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇതായി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഇത്ര ഡെവലപ്പ് ആയതോടെ നമ്മൾ പലതും അറിഞ്ഞു തുടങ്ങിയത്. പല തെറ്റുകളും ഇവര് ഒഴിവാക്കി വിടുന്നുണ്ട്. പല തെറ്റുകളും ഇവരുടെ സ്വാധീനം വെച്ച് ഒഴിവാക്കി വിടുന്നുണ്ട്. നമ്മൾ പല സ്ഥലത്തും ഉം, കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു, അങ്ങനെയുള്ള പല തെറ്റുകളും. അതാ ഞാൻ പറയുന്നത്. ഇതായിട്ട് പറയുവാണ്, ഇത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് നമ്മൾ ഇത്രയും അറിഞ്ഞത്. ഇതിന് മുന്നേ ഉള്ള ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടാവും, പലതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പല ഉം. ഫാക്ടുകളും ഗാന്ധി കുടുംബത്തിനെ പറ്റി പല ഫാക്ടുകളും ഇപ്പോഴും സത്യമാണോ അല്ലയോ തെളിയിക്കാതെ ഇരിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ഗൂഢമായ പ്ലാനുകൾ പലതും തെളിയിച്ചിട്ടില്ല എന്ന് വരെ പറയുന്നുണ്ട്. അല്ല, നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ അതൊക്കെ ഇവർക്ക് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് കേരളത്തില്, അവിടെയാണ് കേരളം പ്രബുദ്ധ കേരളമായത്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ കയറ്റരുത്, താമര വിരിയിക്കരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഈ യൂത്ത്, ഇപ്പത്തെ യൂത്ത് അതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് നോക്കി കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ഒരു എംപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ്. ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾക്ക്, യെസ്. ശരിയല്ലേ? അത് പിന്നെ പിന്നെ അത് പിന്നെ പിന്നെ എന്താ ഡെവലപ്മെന്റ് അതിന്റെ ഒരു ഫാക്ടറായി. പിന്നെ ചേട്ടാ ഫാക്ടറായി. എന്താ നമ്മള് പിന്നെ ഈ തോൽവിയുടെ കാരണങ്ങൾ പറയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടില് പ്രത്യേകിച്ച് അണ്ണാമലൈ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പറ്റിയ പ്രശ്നം ഞാൻ ഒബ്സർവ് ചെയ്തതില് AIDMK കൂട്ടിയില്ല. ഇപ്പൊ അണ്ണാമലൈ തോറ്റ സ്ഥലത്ത് പോലും AIDMK ഒരു 10-20,000 കൂടുതൽ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ആയിരുന്നെങ്കിൽ സുഖമായിട്ട് BJPക്ക് അവിടെ കുറെ സീറ്റുകൾ കിട്ടിയേനെ. പക്ഷെ പുള്ളിയുടെ ഓവർ കോൺഫിഡൻസും അങ്ങനത്തെ കുറെ കാരണങ്ങൾ കാരണമാണ് അവിടെ എന്താ പറയാ പരാജയപ്പെട്ടതെന്ന് എനിക്ക് ഓവർ തോന്നുന്നു. കോൺഫിഡൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ തുടക്കമായിട്ട് കണ്ടാൽ മതി. കാരണം അവിടെ സാധാരണ അല്ല അത് ഇപ്പൊ ഓവർ കോൺഫിഡൻസ് ആണ്. നെക്സ്റ്റ് BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് തമിഴ്നാട്ടിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിൽ, ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു അണ്ണാമലയുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ അണ്ണാമലയാണെന്ന് തോന്നുന്നു സെക്കൻഡ് വന്നേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മേ ബി വിത്തിൻ എ സ്പാൻ ഓഫ് 10 years അവിടെ കേരളത്തിൽ പൂക്കുന്നതിനെക്കാട്ടി കൂടുതൽ താമരകൾ അവിടെ പൂക്കും. ചേട്ടാ, അത്രയ്ക്കും പറ്റത്തില്ലായിരിക്കും. പക്ഷെ 10 years എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരുന്നു. ഞാൻ പറയാം, അടുത്ത ഇലക്ഷന് അവിടെ കിട്ടും. അവിടുത്തെ കാരണം സ്റ്റേറ്റ് ഇലക്ഷന് കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതാണ്. അടുത്ത സ്റ്റേറ്റ് ഇലക്ഷൻ അല്ലേ വിജയ് മത്സരിക്കാൻ പോണേ? അല്ല, അതാണ് ഞാൻ സ്റ്റേഷനിൽ വിജയ് മത്സരിക്കുമ്പോൾ തന്നെ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ DMKയുടെ വോട്ട് സ്പ്ലിറ്റ് ആവും. പക്ഷെ വിജയ്ക്ക് ഒരു ADMKയിലോ DMKയിലോ നിൽക്കേണ്ടി വരും. സ്വന്തം പാർട്ടി രൂപീകരിച്ചാലും സാധ്യതയില്ല എന്ന് തോന്നുന്നു.
പറയാൻ പറ്റൂല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അവിടെ BJP അത്യാവശ്യം മീൻസ് BJP അല്ല, വിജയുടെ പാർട്ടി അത്യാവശ്യം നല്ല വോട്ട് മാറ്റും. പക്ഷേ വിജയുടെ പാർട്ടി കടന്നു കയറുന്ന മൊത്തം DMKയുടെ വോട്ടിലായിരിക്കും. അതാണ് അവിടുത്തെ പ്രശ്നം. കാരണം വിജയുടെ പാർട്ടി കയറാൻ പോകുന്നത്, കാരണം വിജയ് ഓൾറെഡി ആന്റി BJP ആണ്. മനസ്സിലായി? വിജയ് ഓൾറെഡി ആന്റി BJP ആണ്, DMK ഓൾറെഡി ആന്റി BJP ആണ്. അപ്പൊ വിജയും DMKയും രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുമ്പോൾ DMK ഒക്കെ വെച്ച് NDA ഉണ്ടായിരുന്നു, NDAയുടെ മുന്നണിയായിരുന്നു DMK. AIADMK അല്ലേ ഇന്ത്യയുടെ മുന്നണി? അല്ലല്ല, DMK. ഫസ്റ്റ് വാജ്പേയിയുടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ മുന്നണിയുടെ ഭാഗമായിരുന്നു AIADMK, ജയലളിത. അപ്പൊ ജയലളിതയുടെ ഒരു ആവശ്യമായിരുന്നു ഈ DMK മന്ത്രിസഭയെ പിരിച്ചു വിട്ടണം എന്നുള്ളത്, മറ്റേ കേന്ദ്ര സർക്കാരിന്റെ പവർ ഉപയോഗിച്ച്. പക്ഷെ ഇവര് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇവര് പിന്തുണ പിൻവലിച്ചപ്പോഴത്തേക്ക് വാജ്പേയി മന്ത്രിസഭ രാജിവെച്ചു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഇലക്ഷനിൽ വന്നപ്പോഴത്തേക്ക് DMK NDAയുടെ ഭാഗമായി. ഇപ്പോഴാണ് അത് സ്പ്ലിറ്റ് ആയി കറങ്ങി തിരിഞ്ഞ് മാറിയത്. DMK NDAയുടെ ഭാഗമായിരുന്നു. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഇപ്പം ഇന്ത്യ മുന്നണി നിൽക്കുന്ന ആരൊക്കെ BJPയുടെ പാർട്ടിയായി മത്സരിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടി വരും. കാരണം രണ്ടിലൊന്ന് എന്തായാലും നടക്കും. ഒന്നെങ്കിൽ നിതീഷ് കുമാറും മറ്റേ നായിഡും രണ്ടുപേരും അപ്പുറത്ത് പോകും, ഇല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു കുറച്ച് ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് വരും എന്തായാലും. അല്ല, എനിക്ക് ഇന്നലത്തെ NDAയുടെ യോഗത്തിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയില്ല. നിതീഷ് കുമാർ ആണെങ്കിലും ആ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഹൃദയം ഇതായിട്ടുള്ള കുറെ പിന്തുണ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അങ്കിളിനെ വിശ്വസിക്കാൻ പറ്റൂല. ഞാൻ ഇതിനകത്ത് ടൈലന്റ് കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ഈ ട്രോൾസ് ഒക്കെ വായിക്കുമ്പോ കാണുന്ന നമ്മള് ചന്ദ്രബാബു നായിഡുന്റെയും നിതീഷ് കുമാറിന്റെ ഒക്കെ കാല് കഴിവാണ് മോദി വോട്ടിന് വേണ്ടിട്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം ഇപ്പം നല്ലത് മോദി പ്രതിപക്ഷത്തിരിക്കുന്നതാണ്. കാരണം ഭരണപക്ഷത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും അതാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ 26 പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി ഒരു ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടാക്കിയ പാർട്ടി എന്താണെന്ന് അവർ പറയുന്നില്ല. കോൺഗ്രസ് കയറി എന്ത് ചെയ്യും? മീൻസ് INDA കയറി കഴിഞ്ഞാൽ എന്താവും? അവർക്ക് ഭരിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലാക്കണ്ടേ? ഇവര് ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് കോൺഗ്രസ് കയറിയ മലമറിക്കുന്നതാണ്. കോൺഗ്രസ് കയറണം. കോൺഗ്രസ് 275 മേളിലെ സീറ്റ് ഒറ്റയ്ക്ക് മേടിച്ച് കയറണം. അങ്ങനെ കയറി കഴിഞ്ഞാൽ 275 വേണ്ട, 272 മതി. ഇനി 250 സീറ്റ് നേടി കോൺഗ്രസ് മേജർ പാർട്ടിയായിട്ട് കയറി. അങ്ങനെ കയറി കഴിഞ്ഞാല് ഓക്കെ, എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റൂടാ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് ഇപ്പൊ നാളെ പറയാണ് ഓക്കെ ഇന്ന കാര്യം ചെയ്യാം, ഉടനെ തന്നെ ശിവസേന പറയും അത് ചെയ്താൽ ഞാൻ പോകും, ശിവസേന എക്സ്ട്രീം റൈറ്റ് വിങ് ആണ്. അതെ. അപ്പൊ കോൺഗ്രസ് പറയും എങ്കിൽ വേണ്ട, നമുക്കത് ചെയ്യണ്ട. അത് കഴിഞ്ഞ് മറ്റേ കോൺഗ്രസ് പറയും എങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഉടനെ മമത പറയും എങ്കിൽ ഞാൻ പിന്തുണ അങ്ങ് പിൻവലിക്കുക എന്ന് പറയും. എങ്കിൽ വേണ്ട, നമുക്ക് അതും ചെയ്യണം, എങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഞാൻ ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് കാരണം ഈ സ്ഥിരതയുള്ള ഒരു ഭരണത്തിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റിന്റെ പാട്ടായിരുന്നു. അതിപ്പം മോദി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആര് വന്നാലും സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കുറെ അധികം ഡെവലപ്മെന്റുകൾ നടക്കുമെന്നതിന് സംശയമൊന്നുമില്ല. പിന്നെ വിഷനുള്ള ഒരു ലീഡറും, അല്ലെങ്കിൽ ഇപ്പം മോദിയുടെ ഗവൺമെന്റിൽ തന്നെ എത്ര IAS കാരൊക്കെയാണ് മന്ത്രിയായിട്ടുള്ളത്. ഈ അശ്വിനി വൈഷ്ണവ് ആണെങ്കിലും ഇപ്പം കായിക മന്ത്രിയായിട്ട് ഈ ഒളിമ്പിക്സിൽ മത്സരിച്ച ഒരു പുള്ളിയായിരുന്നു കായിക മന്ത്രിയായിട്ട് വന്നത്. അങ്ങനെ അവിടെ BJP ലീഡേഴ്സിനെ മന്ത്രി ജയശങ്കർ, അതെ, അഡ്വക്കേറ്റ് ജയശങ്കർ. അപ്പൊ പക്ഷെ അഡ്വക്കേറ്റ് ഇല്ലല്ലോ, ജയശങ്കർ, അത് മറ്റേ പുള്ളിയാണല്ലോ, ഡോക്ടർ ജയശങ്കർ. ഓക്കെ. അപ്പൊ അങ്ങനെ BJP ലീഡേഴ്സിനേക്കാളും ഇങ്ങനത്തെ IAS കാർക്കും അവർക്കൊക്കെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെയാണ് മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പം അതെല്ലാം സ്ഥിരതയുള്ള ഗവൺമെന്റിന്റെ പാട്ടാ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ 2 പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ശിവൻകുട്ടി എന്തൊക്കെയോ വാർത്തകൾ 9,090 അല്ല അതിനെയൊക്കെ മെച്ചപ്പെടുത്താൻ വരണം ചേട്ടാ. ഇപ്പം BJP അല്ലെങ്കിലും നല്ലൊരു ഗവൺമെന്റ് നല്ല ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്, നമ്മൾ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനാണ് സ്ഥിരതയുള്ള ഗവൺമെന്റ്. ഞാനതാ പറഞ്ഞു വന്നത്. ഞാൻ ഈ 2 പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ കുറെ റിസർച്ച് ചെയ്തു. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ പ്രസിഡൻഷ്യൽ US-ലെ 2 പാർട്ടി സിസ്റ്റം ആണ്. അവിടെ ഇപ്പം 2-3 പേര് ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ടെങ്കിൽ പോലും അവിടെ മെയിൻലി 2 പാർട്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആരെങ്കിലും ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവര് നേരിട്ട് 2 വേദിയിൽ വന്നിട്ട് അവരെന്തൊക്കെയോ വാഗ്വാദങ്ങൾ നടത്തിയിട്ട് ആരാണ് ബെറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിഷൻ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്.
അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും. ഞാൻ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു, അതൊക്കെ നടക്കുമെന്ന് അറിയില്ല. എനിക്ക് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നത്. ഇപ്പം ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ BJP വെറുതെ ഇരിക്കുവോ? അവരിവരെ പിടിച്ച് വലിച്ച് താഴെ ഇടും. അവർക്ക് പിന്നെ ടൈം കിട്ടി. അടിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചില്ലാതാവട്ടെ, എന്താവുന്ന ഉം. ദൈവത്തിന്റെ. നമുക്ക് ഏതായാലും അല്ല ഇനി ഫസ്റ്റത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫസ്റ്റത്തെ ഇനീഷ്യേറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അതെ 100 അതെ ദിവസ കർമ്മ മന്ത്രിസഭ പരിപാടി 100 ദിന കർമ്മ പരിപാടി ഉണ്ടെന്ന് പറയുന്നത്. നോക്കാൻ ഇനി അതിലും എന്തായാലും ബെറ്റർ മറ്റേ ആയിട്ട് ഭയങ്കര അല്ല എക്സ്ട്രീം ആ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. എല്ലാം ഒരു മീഡിയോക്കർ ആയിട്ടുള്ള അല്ല സാധനങ്ങളെ എടാ, കാണത്തുള്ളൂ. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ എന്താ അവിടുത്തെ മെയിൻ വോട്ട് ബാങ്ക് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പം അങ്ങനത്തെ CAA അല്ലെങ്കിൽ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും എന്താ ഇതൊക്കെ ഈ പ്രതിപക്ഷത്തിന് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള ഒരു പ്രചരണത്തിന് വഴിവിടുന്ന സംഭവങ്ങളാണ്. അപ്പം അത് അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും കാണില്ല. പിന്നെ കാശ്മീർ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരേതായാലും ഈ 5 വർഷം ഈ 2 ഭരണത്തിലും ഇവര് പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് നിൽക്കത്തന്നെ. അവരുടെ നെഗറ്റീവ് ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. അവര് പക്ഷെ ഇപ്പം ലെഫ്റ്റിലോട്ട് ഈ ആന്ധ്രാപ്രദേശ്, ഈ ഒറീസയിലൊക്കെ കുറെ സീറ്റുകൾ പിടിച്ച് മുന്നേറിയിട്ടുണ്ട്. അവർക്ക് ഈ UP-യിലും പിന്നെ ഈ മഹാരാഷ്ട്രയിലും പിന്നെ കർണാടകയിലും കുറച്ചൊക്കെയാണ് ഈ സീറ്റുകൾ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു UP-യിൽ മിക്കവാറും BJP കട്ടയ്ക്ക് നിയമസഭാ ഇലക്ഷൻ തിരിച്ചു വരും. ഉറപ്പായിട്ടും തിരിച്ചു വരാം. അപ്പൊ അത് പ്രബുദ്ധമായി ചാണക UP-ക്കാരാവും. അല്ല അല്ല, ഒരു എനിക്ക് തവണ ഇങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡുകളാണ് എനിക്ക് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വ്യക്തവും കൃത്യവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇവിടുത്തെ ഒരു പ്രമുഖ DYFI നേതാവിനോട് ഏതൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പം തോന്നി, എന്താ ഏതോ ഗുജറാത്തിൽ നിന്ന് ഏതോ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറെ പേര് കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നു എന്നുള്ളൊരു ന്യൂസ് കട്ടിങ് എന്തോ ഇട്ടു ഏതോ ഒരു സംസാരത്തിന്, സോഷ്യൽ മീഡിയ സംസാരത്തിനിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ ചേട്ടാ നല്ലതല്ലേ, കുഴപ്പമില്ല, നല്ലതല്ലേ. അപ്പം പറഞ്ഞു എന്താ സാക്ഷരത 100% സാക്ഷരത. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലതായിട്ട്, എനിക്ക് അഭിമാനമുണ്ട്, സാക്ഷരത 100% സാക്ഷരത ആയതുകൊണ്ട് എനിക്കും അഭിമാനമുണ്ട്, നല്ലതാണ്. അപ്പം അതുകൊണ്ട് BJP വരില്ല. ആ സമയത്ത് ഞാൻ BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇട്ടതുകൊണ്ട് BJP വരില്ല. അപ്പൊ ഞാൻ പുള്ളിയോട് ഒരു ചോദ്യം ചോദിച്ചു, ചേട്ടാ ഈ ത്രിപുരയില് ഈ സാക്ഷരത പെട്ടെന്ന് കുറഞ്ഞതുകൊണ്ടാണ് അവിടെ BJP അധികാരത്തിൽ വന്നത്? ഇതുപോലെ തന്നെയായിരുന്നു ബംഗാളിൽ സാക്ഷരത കുറഞ്ഞപ്പോഴാണോ എന്താ CPM അവിടെ നിന്ന് പോയതെന്നൊക്കെ ചോദിച്ചു. പുള്ളിക്ക് അതിലൊരു അതിനൊരു സാധ്യത മറുപടി ഇല്ല. അല്ലല്ല അതിലൊരു സാധ്യത ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ BJP-ക്ക് ഇപ്പൊ കേരളത്തിൽ വോട്ട് കൂടാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ശിവൻകുട്ടിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത്. എനിക്കൊന്ന് അബ്ദുൾ റബ്ബ് തൊട്ട് തുടങ്ങിയതാണ്. അതായത് മറ്റേ അതെ. ഈ റോട്ടിൽ കൂടെ പോകുന്നവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംഭവം അതെ തുടങ്ങിയല്ലോ. അതെ അതുപോലെ തന്നെ ഇപ്പൊ ഉം. കുറച്ച് മറ്റേ നമ്മുടെ ആർഷോയുടെയും മറ്റൊക്കെ കാര്യം കേട്ടായിരുന്നല്ലോ. അപ്പൊ അതെ എനിക്ക് തോന്നുന്നത് അതെ എന്താന്ന് അതെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറച്ച് കുറഞ്ഞതിന്റെ പേരിലാണ് ഇവിടെ ഇവിടെ BJP കയറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോന്നിയില് CPM ഫോറസ്റ്റുകാരെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞൊരു സംഭവം മ്യൂസിക് ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ, അങ്ങനത്തെ കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ സമീപനങ്ങളും ഗവൺമെന്റിന്റെ എന്താ ഒരു തിരിച്ചടി എന്നുള്ള രീതിക്ക് CPM-ന് ഇവിടെ തിരിച്ചടികൾ. അതായത് ആ ഞാൻ ആ നോക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു 10 മൊഡ്യൂൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏത് മൊഡ്യൂളാണ് ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഭയങ്കര ആൻസൈറ്റി ആയിട്ട് ഞാൻ ഞാൻ ഇരിക്കുകയാണ്. ആകാംക്ഷയോട് അത് കാത്തിരിക്കുന്ന സുരേഷ് മന്ത്രി കാരണം 3 കേന്ദ്രമന്ത്രിയാകുമോ, മൊഡ്യൂൾസ് എടുത്തത് ആവുമെങ്കിൽ എന്താണ് അതിന്റെ ആകും വകുപ്പ് ആകും. എന്നുള്ളതാണ് ഞാൻ ക്യാബിനറ്റ് ആണോ മനസ്സിലാക്കുന്നത്. അല്ലയോ എന്നാണ് കേട്ടോ അതിന്റെ ഫൈനൽ വരാൻ സാധ്യതയുള്ളൂ. ക്യാബിനറ്റ് ഉം. മിനിസ്റ്റർ ആണോ അല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. എങ്കിൽ ഏത് കേന്ദ്രമന്ത്രി അതെല്ലാം ആവും. ഉറപ്പായി പക്ഷെ 10 കഴിഞ്ഞു. ഏത് മൊഡ്യൂളില് വകുപ്പാണ് എന്നറിയാനും അതെ ഒരു ഇതുണ്ട്. 3 ഉം. മൊഡ്യൂൾസ് നടപ്പാക്കി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് തൃശ്ശൂർ നോക്കണ്ട, ഇനി വരാനിരിക്കുന്ന സമയത്തേക്ക് നോക്കണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയായിരിക്കും, ഉം. അതെത്ര ആ എന്ത് സംഭവം ഡെവലപ്മെന്റ്. ആണെന്ന് നമുക്ക് മനസ്സിലാക്കണല്ലോ. ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇതുവരെ ഒരു നേതാവ് കൊണ്ടുവരാത്ത ഒരു ഐറ്റം കൊണ്ടിരുന്ന ആണോ എന്താ സംഭവം എന്ന് അറിയണല്ലോ. നമ്മള് സപ്പോർട്ട് ചെയ്യണല്ലേ നമ്മള്. സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തിയാണോ. ഞാൻ പാർട്ടി നോക്കി ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പ്രത്യേകം പറയാണ്.